അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിത്യജീവിതത്തിൽ നമ്മൾ നിർവഹിക്കേണ്ടുന്ന ദിക്റുകളും ദുആകളും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പഠന പരമ്പരയിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ നമ്മൾ ചൊല്ലേണ്ടുന്ന ദിക്റുകളും ദുആകളുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മഹാനായ അബൂ മാലിക്കുൽ അശ്അരി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്ന ഒരു ദിക്റാണ്. അദ്ദേഹം പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഇദാ അസ്ബഹ അഹദുക്കും, നിങ്ങളിൽ ഒരാൾ പ്രഭാതത്തിലായി കഴിഞ്ഞാൽ, ഫൽയഖുൽ, അവൻ പറയട്ടെ, അസ്ബഹ്നാ വ അസ്ബഹൽ മുൽക്കു ലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم إني أسألك خير هذا اليوم فتحه ونصره ونوره وبركته وهداه وأعوذ بك من شر ما فيه وشر ما بعده ثم إذا أمسى فليقل مثل ذلك. എന്താണ് ഇതിൽ പറയുന്നത്? അസ്ബഹന, ഞങ്ങൾ പ്രഭാതത്തിലായി കഴിഞ്ഞിരിക്കുന്നു, അഥവാ ഞങ്ങൾ പ്രഭാതത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. വാസ്ബഹൽ മുൽക്കു ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക പരിപാലകനായ അള്ളാഹുവിനാണ് എല്ലാ അധികാരങ്ങളും. എപ്പോഴും അവനാണല്ലോ സർവാധികാരങ്ങളുമുള്ളത്. ഈ പ്രഭാതത്തിലും അവന് തന്നെയാണ് അവന്റെ അധികാരം സ്ഥിരപ്പെട്ടിരിക്കുന്നു. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് യാചിക്കുകയാണ്, ചോദിക്കുകയാണ്, ഖൈറ ഹാദൽ യൗം, ഈ ദിവസത്തിന്റെ, ഈ പകലിന്റെ നന്മയെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. എന്നിട്ട് ആ നന്മകൾ ഏതെല്ലാം വിധത്തിൽ എന്ന് തുടർന്നുകൊണ്ട് പറയുകയാണ്. ഫത്ഹഹു, ഈ ദിവസത്തിലുണ്ടാകുന്ന ഏതെല്ലാം വിജയങ്ങളുണ്ടോ, എന്തെല്ലാം വാതിലുകൾ, നന്മയുടെ വാതിലുകൾ തുറക്കുന്നുണ്ടോ, ആ നന്മയുടെ വാതിലുകളൊക്കെ എൻ്റെ മുമ്പിൽ തുറന്നു തരണമേ. അതേപോലെ തന്നെ വനസ്റഹു, ഏതെല്ലാം കാര്യങ്ങളിൽ സഹായിക്കുന്നുണ്ടോ നീ, ഏതെല്ലാം വിഷയങ്ങളിൽ നിന്റെ സഹായം ആവശ്യമുണ്ടോ, ആ സഹായങ്ങളെല്ലാം നീ എനിക്ക് നൽകി സഹായിക്കണേ, ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. വനൂറഹു, ഈ ദിവസത്തിന്റെ പ്രകാശം, ഈ പകൽ സമയത്ത് ഏതെല്ലാം കാര്യങ്ങളിൽ, ഏതെല്ലാം വിധത്തിൽ എനിക്ക് പ്രകാശം ആവശ്യമുണ്ടോ, ആ പ്രകാശം നീ എനിക്ക് നൽകണമേ. വബറക്കത്തഹു, അതിന്റെ ബറക്കത്തിനെയും ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. ഏതെല്ലാം ബറക്കത്തുകളുണ്ടോ, ആ ബറക്കത്തുകളെല്ലാം ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. വഹുദാഹു, ആ പകലിൽ ഏതെല്ലാം രൂപത്തിലുള്ള സന്മാർഗത്തിന്റെ, ഹിദായത്തിന്റെ, മാർഗദർശനത്തിന്റെ, നേർമാർഗത്തിന്റെ കാര്യങ്ങളുണ്ടോ, അതെല്ലാം നീ എനിക്ക് തന്ന് അനുഗ്രഹിക്കണമേ. പിന്നെ തുടർന്നു കൊണ്ടുവാ, അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ തേടുന്നു, മിൻ ശർരി മാ ഫീഹി, ഈ പകലിലുള്ള, ഈ ദിവസത്തിലുള്ള എല്ലാ തിന്മകളിൽ നിന്നും, ഷർറുകളിൽ നിന്നും, വശർരി മാ ബഅദഹു, ഈ പകൽ അവസാനിച്ചാൽ അതിന്റെ ശേഷം വരാനിരിക്കുന്ന പകലുകളിൽ നിന്നും ഏതെല്ലാം ഷർറുകളുണ്ടോ അതെല്ലാം ഞാൻ നിന്നോട് കാവൽ തേടുകയാണ്. സുമ്മ ഇദാ അംസ, പിന്നീട് വൈകുന്നേരമായാലും ഇതേപോലെ തന്നെ പറയട്ടെ. അപ്പോൾ മാറ്റി പറയേണ്ടത് ഇപ്രകാരമാണ്: അംസൈന വ അംസൽ മുൽക്കു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഹാദൽ മസാ ഫതഹഹു വനസ്റഹു വനൂറഹു വബറക്കതഹു വഹുദാഹു വഅഊദു ബിക മിൻ ശർരി മാ ഫീഹി വശർരി മാ ബഅദഹു. അപ്പോൾ എന്താകും അർത്ഥം? അംസൈന, ഞങ്ങൾ വൈകുന്നേരത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. വഅംസൽ മുൽക്കു ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക പരിപാലകന് എല്ലാ അധികാരങ്ങളും ഈ വൈകുന്നേരവും അവന് തന്നെയാണുള്ളത്. അവന്റെ അധികാരത്തെ, അവനാണ് സർവാധികാരി എന്ന തത്വത്തെ ആ സമയത്തും നമ്മൾ പറയുകയാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക ഖൈറ ഹാദൽ മസാ, ഈ വൈകുന്നേരത്തുള്ള, ഇനി അതല്ലെങ്കിൽ ഈ രാത്രിയിലുള്ള ഏതെല്ലാം നന്മകളുണ്ടോ നിന്നോട് ചോദിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഫത്ഹഹു വനസ്റഹു വനൂറഹു വബറക്കതഹു വഹുദാഹു, അത് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. വഅഊദു ബിക മിൻ ശർരി മാ ഫീഹി, ഈ രാത്രിയിലുള്ള എല്ലാവിധ തിന്മകളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുകയാണ്. വശർരി മാ ബഅദഹു, ശേഷം വരാനിരിക്കുന്ന രാവുകളിലും ഉണ്ടാകുന്ന ഷർറിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മഹാനായ ഇമാം
അബൂ ദാവൂദ് റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം ചില പണ്ഡിതന്മാർ ചില്ലറ ദുർബലതകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതൊരു ഹദീസ് തള്ളിക്കളയാൻ മാത്രം ഇതിൻ്റെ ദുർബലത കഠിനമുള്ളതല്ല എന്നുള്ള നിലക്ക് അദ്കാറുൽ സബാഹിലും അദ്കാറുൽ മസായിലും അഥവാ രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട പ്രാർത്ഥനകളിൽ ഇതും പണ്ഡിതന്മാർ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ദിക്റിൻ്റെയും പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെല്ലാവരും അത് ശ്രദ്ധിക്കുക, ശ്രദ്ധാപൂർവം അത് നിർവഹിക്കുക. ഒന്നുകൂടി ഞാൻ ആ ദിക്ർ കേൾപ്പിക്കുകയാണ്. പ്രഭാതത്തിലായാൽ അസ്ബഹ്ന വ അസ്ബഹൽ മുൽക്കു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഹാദൽ യൗമി ഫത്ഹഹു വ നസ്റഹു വ നൂറഹു വ ബറകതഹു വ ഹുദാഹു വ അഊദു ബിക മിൻ ശർരി മാ ഫീഹി വ ശർരി മാ ബഅദഹു. വൈകുന്നേരമാകുമ്പോഴോ അംസൈന വ അംസൽ മുൽക്കു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഹാദൽ മസാ ഫത്ഹഹു വ നസ്റഹു വ നൂറഹു വ ബറകതഹു വ ഹുദാഹു വ അഊദു ബിക മിൻ ശർരി മാ ഫീഹി വ ശർരി മാ ബഅദഹു. ഇതിൽ പറഞ്ഞ കാര്യങ്ങളും ആശയങ്ങളുമൊക്കെ നേരത്തെ പറഞ്ഞ ആ പ്രാധാന്യമൊക്കെ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവണം. ബറക്കത്തിനെ അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യം ഇതിലുണ്ട്. ബറക്കത്തുകൾ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ, ധനത്തിൽ, സമയത്തിൽ, അറിവിൽ, ഇതിലൊക്കെ ബറക്കത്ത് നമുക്ക് ആവശ്യമാണ്. ബറക്കത്ത് ഒരു വസ്തുവിൽ, ഒരു കാര്യത്തിൽ ബറക്കത്തുണ്ടാവുക എന്ന് പറയുന്നത് അതിൻ്റെ ആധിക്യം കൊണ്ടല്ല ബറക്കത്ത്. എത്രയോ ആളുകൾ, ഇപ്പോൾ ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ഒരാൾക്ക് ധാരാളക്കണക്കിന് കാശ് ശമ്പളം കിട്ടുന്നുണ്ടാകും. പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം ബറക്കത്ത് അയാൾക്ക് ഇല്ലെങ്കിൽ ആ കാശ് എവിടെ, എങ്ങോട്ടൊക്കെയാണ് ചെലവായി പോയത് എന്ന് അയാൾക്ക് തന്നെ മനസ്സിലാവുകയില്ല. അതേ അവസരത്തിൽ അതിൻ്റെയൊക്കെ 10% മാത്രം സമ്പാദ്യമുള്ള, വരുമാനമുള്ള ഒരു മനുഷ്യൻ വളരെ സന്തോഷത്തോടുകൂടി ആ പണം ചെലവഴിക്കുന്നു. എന്നിട്ടും അയാളുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് അല്പം പണം ബാക്കിയാകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. ഇത് ധനത്തിൽ അള്ളാഹു നൽകുന്നൊരു ബറക്കത്താണ്. അതേപോലെ തന്നെ ഇൽമിലുള്ള ബറക്കത്ത്, അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് ഉണ്ടാവുക എന്നുള്ളതാണ്. കുറേ അറിവുണ്ടായിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ എത്ര ദുആദിക്റുകൾ പഠിക്കുന്നു, എന്തെല്ലാം അറിവുകൾ നേടുന്നു. അറിവിൻ്റെ ബറക്കത്ത് എന്ന് പറയുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് ഉണ്ടാവലാണ്. അല്ലെങ്കിൽ ആ അറിവ് കൊണ്ട് ബറക്കത്തുണ്ടാവുകയില്ല. പ്രകാശവും നേർമാർഗവും അതുപോലെ തന്നെ നമ്മുടെ സമയത്തിലുള്ള ബറക്കത്ത് എന്ന് പറഞ്ഞാലോ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ആയുഷ്കാലം ഉപയോഗപ്പെടുത്താൻ കഴിയലാണ് ആയുസ്സിലുള്ള ബറക്കത്ത്. അതേ അവസരത്തിൽ ഒരുപാട് കാലം ജീവിച്ചു തെമ്മാടിത്തത്തിലും തിന്മയിലും അനാവശ്യങ്ങളിലും ഒഴുകിക്കൊണ്ടാണെങ്കിൽ അവൻ്റെ സമയത്തിന് എന്ത് ബറക്കത്താണുള്ളത്. അതുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ഇതിലൂടെ ചോദിക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമായ ഏതെല്ലാം നന്മയുടെ കവാടങ്ങൾ തുറന്നു തരാനുണ്ടോ അതാവശ്യപ്പെടുന്നുണ്ട്. അതാണ് ഫത്ഹഹു. ഏതൊക്കെ സഹായം തേടാനുണ്ടോ അതൊക്കെ നമ്മൾ തേടുന്നുണ്ട്. വനസറഹു. അതുപോലെ തന്നെ അവൻ്റെ പ്രകാശം എല്ലാ അർത്ഥത്തിലും നമ്മുടെ നാവിൽ, കണ്ണിൽ, കാതിൽ, ഖൽബിൽ ഒക്കെ നമുക്ക് മുന്നിലും പിന്നിലും വലത്തും ഇടത്തും എല്ലാം നമുക്ക് റബ്ബിന്റെ പ്രകാശം ആവശ്യമാണ്, കാവലാവശ്യമാണ്. ആ നൂറ് ചോദിക്കുന്നുണ്ട്, ബറക്കത്ത് ചോദിക്കുന്നുണ്ട്. നിർമാർഗത്തിൽ നിന്നൊരിക്കലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, പിഴച്ചു പോകാതിരിക്കാൻ തേടുന്നുണ്ട്. ഈ 4-5 കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആശയ ഗാംഭീര്യത ഇതിനുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിൽ ശ്രദ്ധാലുക്കളാവണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.